പെട്ടെന്ന് തൊണ്ടവേദന വന്ന് എന്തായാലും ഏട്ടനത് പനിയാവും. അപ്പോൾ ഏട്ടനൊരു ചിക്കൻ സൂപ്പ് ഉണ്ടാക്കി കൊടുക്കാമെന്ന് വെച്ചു. നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം എന്താ വെച്ചാൽ ആൾക്ക് ഈ വക നല്ല കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുത്തു ഞങ്ങൾക്ക് ഇഷ്ടമാവാറില്ല നോർമലി. ആൾക്ക് ഇഷ്ടമായില്ലെങ്കിൽ ബാക്കിയുള്ളവർക്ക് കുടിക്കാനോ വിചാരിച്ച് സ്റ്റാർട്ട് ചെയ്തതാണ്. ആദ്യം ചൂടായ പാനിലേക്ക് നമ്മൾ വെളിച്ചെണ്ണ ഒഴിക്കുക. അതിലേക്ക് ചെറിയ ഉള്ളിയും പച്ചമുളകും അരിഞ്ഞത് ആഡ് ചെയ്യുക. ഇത് നല്ലോണം വഴഞ്ഞ് വരുമ്പോൾ മൂത്ത് വരുമ്പോൾ ബ്രൗൺ കളർ ആകുമ്പോൾ അതിലേക്ക് നമ്മൾ ഈ അരപ്പാണ് ഒഴിക്കുന്നത്. ഇഞ്ചി, വെളുത്തുള്ളി, തക്കാളി, അതുപോലെ തന്നെ മല്ലി, നല്ല ജീരകം, പിന്നെ കുരുമുളക്, ഇതെല്ലാം കൂടെ ചതച്ചിട്ട് അരച്ചിട്ടുള്ള മിക്സ് ഒഴിച്ചു. അത് നല്ലോണം ഒന്ന് ആ പച്ചമണം മാറിയിട്ട് വരുമ്പോൾ അതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള വെള്ളമാണ് ഒഴിക്കുന്നത്. ആവശ്യത്തിന് നമുക്ക് ഈ രസം സൂപ്പ് എന്നൊക്കെ പറയുമ്പം അത്യാവശ്യം നല്ലപോലെ വെള്ളം വേണം. പിന്നെ ഇതിൽ നമ്മൾ മഞ്ഞൾപ്പൊടി, മുളക് പൊടിയൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ കുറേശ്ശേ ഇട്ടിട്ടുള്ളൂ. കാരണം കുരുമുളകിൻ്റെയാണ് കുരുമുളകും ജീരകമാണ് മുന്നിൽ നിൽക്കേണ്ടത്. അതിനുശേഷം നമ്മൾ ചിക്കൻ ആഡ് ചെയ്യുകയാണ്. ചിക്കൻ ആഡ് ചെയ്യുമ്പോൾ എപ്പോഴും സൂപ്പിൽ നമ്മൾ എല്ലുള്ള പീസുകളാണ് ആഡ് ചെയ്യേണ്ടത്. ചെസ്റ്റ് പീസ്, അതുപോലെ തന്നെ നമ്മുടെ കാലിൻ്റെ ഭാഗം, ഇതൊക്കെ ആഡ് ചെയ്യണമെങ്കിൽ ഒന്നുകൂടി ടേസ്റ്റ് വരും. പിന്നെ ആവശ്യത്തിന് ഉപ്പിട്ടതിന് ശേഷം നമ്മൾ അടച്ച് വെച്ചിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കുക. കാരണം നമ്മൾ ഈ ചിക്കൻ ലാസ്റ്റാണല്ലോ ഇടുന്നത്. ചിക്കൻ നന്നായിട്ട് വെന്ത് ഉടയണം. അതിൻ്റെ ഉള്ളിൽ നിന്ന് മജ്ജയൊക്കെ എല്ലാ സ്ഥലങ്ങളും പുറത്തേക്ക് ഇറങ്ങണം. അതിനുശേഷം മല്ലിയില ഇട്ടതിന് ശേഷം ഫൈനലായിട്ട് ഒരു കാര്യം കൂടെ ചെയ്യുന്നുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട് അതിൻ്റെ മേലെ കൂടെ. ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം ഈ ഒരു ഫൈനൽ സ്റ്റെപ്പ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ആ ലാസ്റ്റിൽ ആ പച്ച വെളിച്ചെണ്ണയുടെ സ്മെല്ല്, ആ ഒരു ഫ്ലേവർ പറഞ്ഞാൽ അടിപൊളിയാണ്. അപ്പോൾ നമ്മുടെ സൂപ്പ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു, ഞാൻ ഇനിഷ്യലി പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ആൾക്ക് നല്ല ഇഷ്ടമായി. നമ്മളിപ്പോൾ ഒരു 3-4 മഗ് പറഞ്ഞ പോലെ ആൾ കഴിച്ചു. അപ്പോൾ എന്തായാലും ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്.